എന്തുകൊണ്ടാണ് ചിലർ പറയുന്നത് ചെരുപ്പില്ലാതെ മണ്ണിലും പുല്ലിലും പാറകളിലും നടക്കണം, അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ ആക്ച്വലി? അതെ. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വളർന്നതാണ്, അല്ലേ? ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെരുപ്പും ഷൂസും ഇട്ട് ഹാർഡായിട്ടുള്ള ടൈൽസിലും മാർബിൾസിലൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴത്തേക്കും നേച്ചർ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഓരോ വർഷം കഴിയും തോറും നമ്മൾ നേച്ചർ ആയിട്ടുള്ള കണക്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെരുപ്പില്ലാതെ ഇങ്ങനെ മണ്ണിലും പുല്ലിലും നടക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്, എനർജിയാണ്. നമ്മുടെ മനുഷ്യ ശരീരവും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പൊ നമ്മുടെ സ്കിൻ ഡയറക്ട്ലി ഭൂമിയിലേക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിലെ ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിൽ കയറുകയും അതിലൂടെ നമ്മുടെ സെവൻ ചക്രാസിലെ ആദ്യത്തെ റൂട്ട് ചക്ര, മൂലധാര ചക്ര എന്ന് പറയും, മൂലധാര ചക്ര ആക്റ്റീവ് ആവും, എനർജൈസ്ഡ് ആവും. അതിലൂടെ നിങ്ങളുടെ സ്ട്രെസ് കുറയും, ആങ്സൈറ്റീസ് കുറയും, ഡിപ്രഷൻസ് കുറയും, ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യും, സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, ഇൻഫ്ലമേഷൻസ് കുറയും. അങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ കാൽപാദങ്ങൾക്ക് ഒരുപാട് മസിൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് സർഫസിനേക്കാളും നടക്കുന്നതിനേക്കാളും നല്ലത് ഈ അൺഈവൺ ആയിട്ടുള്ള സർഫസ്, അതായത് മണ്ണിലും പുല്ലിലും പാറകളിലും നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴികളിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കാലിലെ കാൽപാദത്തിലെ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിലൂടെ നിങ്ങളുടെ കാൽപാദം സ്ട്രെങ്തൻ ചെയ്യും, നിങ്ങളുടെ ബോഡി ബാലൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോഴത്തേക്കും. അപ്പോൾ ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുറ്റത്ത് നടക്കുക, ബീച്ചിൽ ഇങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുക, പുല്ല് കാണുമ്പോഴത്തേക്കും ചെരുപ്പ് ഊരി അതിലൂടെ നടക്കാൻ ശ്രമിക്കുക. ഇതൊരു ജസ്റ്റ് എക്സസൈസ് മാത്രമല്ല, നമ്മുടെ പ്രകൃതിയുമായിട്ടൊരു റീകണക്റ്റും കൂടിയാണ്.